ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് കടക്കാം. ഇത് ആക്ച്വലി ലിമിറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ ഐഡിയാസ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐഡിയാസ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് y = y of x be a differentiable function such that y of 1 എന്താണ് 2 ആണ്. ഓക്കെ, ലിമിറ്റ് മാത്രമല്ല ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. y of 1 എന്താണ് 2 ആണ്. y of 1 എന്താണ് 2 ആണ് അല്ലെ. പിന്നെ തന്ന ഇൻഫോർമേഷൻ എന്താണ്, ലിമിറ്റ് ഓഫ് t ടെൻസ് ടു x t² y of x മൈനസ് x² y of t ഡിവൈഡഡ് ബൈ x മൈനസ് t. ഇതിന്റെ വാല്യൂ എന്താണ് 3 ആണ് അല്ലെ. അവിടെ ഇങ്ങനെ ഒരാൾ കിട്ടിയാലേ നമ്മൾ ആദ്യം ചെയ്യുന്ന ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാലേ ആദ്യം ചെയ്യുന്ന ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ ടിക്ക് എക്സ് അല്ല കൊടുക്കുക, ടിക്ക് എന്ത് ചെയ്യും എക്സ് കൊടുക്കും. ടിക്ക് എക്സ് കൊടുത്താലേ ഈ t² എന്താവും, ഈ t² x² ആവില്ലേ. അപ്പൊ ഇത് x² y of x അല്ലെ. ടി എക്സ് ആയാൽ ഇത് x² y of x ആവില്ലേ അല്ലെ. അപ്പൊ x² y of x മൈനസ് x² y of x താഴെ 0 ആവില്ലേ. സോ മുകളിൽ 0 അല്ലേ. താഴെ എന്താ ടി എക്സ് ആയാലേ ടി എക്സ് ആയി ഇത് x മൈനസ് x എന്നാവും 0. അപ്പൊ ചുരുക്കുമ്പോൾ ഏത് ഫോമുല 0/0 ഫോമുല അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം 0/0 ഫോമുല വന്നാലേ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, LH അപ്ലൈ ചെയ്യാലോ അല്ലെ. അവിടെ LH എന്ന് പറഞ്ഞാലേ മോളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യല്ലേ അല്ലെ. പക്ഷെ മോളും താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴേ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണോ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണോ. എടാ ഇവിടെ t ടെൻസ് ടു x അല്ലേ. നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ഇങ്ങനെ x ടെൻസ് ടു a എന്നൊക്കെ അല്ലേ വരാറ് അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോഴേ ഈ ആദ്യം എഴുതുന്ന ആളല്ലേ വേരിയബിൾ വരിക അല്ലെ. അപ്പൊ t ടെൻസ് ടു x അപ്പൊ t ആണ് എക്സിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ t എക്സിലേക്ക് മൂവ് ചെയ്യുമ്പോഴേ t ആണ് വേരിയബിൾ. t വേരിയബിൾ ആകുമ്പോഴേ വ്യത്യാസം t വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് അല്ലെ. ഇവിടെ t ആണ് ഫസ്റ്റ് ആള്, ആ ഫസ്റ്റത്തെ ആളാണ് വേരിയബിൾ വരിക. ആ ഫസ്റ്റത്തെ ആള് വേരിയബിൾ വരുമ്പോൾ ആ ഫസ്റ്റത്തെ ആളെ വിത്ത് റെസ്പെക്ട് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ടീനെ വിത്ത് റെസ്പെക്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴേ എക്സ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കട്ടോ അല്ലെ. കാരണം നമ്മളെ ഇവിടെ t ടെൻസ് ടു x അപ്പൊ t എക്സിലേക്ക് മൂവ് ചെയ്യാണ്. t എക്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ t ആണ് വേരിയബിൾ വരിക. ആരാണ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെ. സോ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴേ അവിടെ x കോൺസ്റ്റന്റ് ആയിരിക്കും മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യുക ലിമിറ്റ് t ടെൻസ് ടു x അല്ലെ. അപ്പൊ x കോൺസ്റ്റന്റ് അല്ലേ. x കോൺസ്റ്റന്റ് ആണെങ്കിൽ y of x പുറത്തെടുക്കുക, y of x പുറത്തെടുക്കുക അല്ലെ. ഡെറിവേറ്റീവ് t² എന്താ 2t മൈനസ് x കോൺസ്റ്റന്റ് x² പുറത്തെടുത്തു അല്ലെ. ഡെറിവേറ്റീവ് y of t എന്താ y' ഡിവൈഡ് ബൈ ഡെറിവേറ്റീവ് x 0 അല്ലേ. കാരണം എന്താ x അവിടെ കോൺസ്റ്റന്റ് ആ, ഡെറിവേറ്റീവ് 0 ആണ്. ഡെറിവേറ്റീവ് മൈനസ് t എന്താ -1 അല്ലേ. ഇതിന് വാല്യൂ എന്താ 3. അപ്പോൾ LH അപ്ലൈ ചെയ്ത് ഞാൻ ലിമിറ്റ് അപ്ലൈ അല്ലേ. ലിമിറ്റ് വാല്യൂ എന്താ t ടെൻസ് ടു x അല്ലേ. അപ്പൊ ടിക്ക് എന്ത് ചെയ്യുക x കൊടുക്കുക. ടിക്ക് x കൊടുക്കുമ്പോഴേ ഇതെന്താവും y of x ഇൻറ്റു 2t അല്ലെ. ടി എക്സ് അല്ലേ. ടി എക്സ് ആകുമ്പോൾ 2x ആവില്ലേ. 2x മൈനസ് x² y' t x അല്ലേ. y' ഡിവൈഡ് ബൈ -1 അല്ലേ. ഇപ്പോൾ എന്താ 3. എടാ ഈ -1 മുകളിലേക്ക് കൊടുത്താലേ ഈ കാണുന്ന ആൾ തിരിയൂലേ അല്ലെ. അവിടെ -1 ഞാനേ മുകളിലേക്ക് കൊടുത്താൽ ഈ മോൾ കാണുന്ന ആൾ തിരിയും അല്ലെ. ആ തിരിയുമ്പോൾ തരിക ഫസ്റ്റ് x² y' വരിക. x² y' എന്ന് പറഞ്ഞാലേ x² dy/dx അല്ലേ അല്ലെ. പിന്നെന്താ മൈനസ് ഓഫ് ഇത് 2xy വരിക. 2xy ഈക്വൽ ആരാ 3 ഇതിൽ കേട്ടോ അല്ലെ. ഇനി ഇതിന് ഞാനേ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി അല്ലെ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴേ ആ സോൾവ് ചെയ്യാൻ ഞാനേ എല്ലാ ടേമിനെയും x² കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എല്ലാ ടേമിനെയും x² കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എന്താ ഇതും പോകും. അപ്പൊ എന്താ dy/dx പ്ലസ് മൈനസ് ഓഫ് ഈ x പോയ -2/x ആവില്ലേ. -2/xy ഈക്വൽ 3/x² അല്ലേ. ഇതിപ്പോ എന്ത് ഫോമുല dy/dx പ്ലസ് py ഈക്വൽ q എന്ന ഫോമിലല്ലേ. dy/dx പ്ലസ് py ഈക്വൽ q എന്ന ഫോമിലല്ലേ അല്ലെ. പി ആരവിടെ പി ആരാ ഇതല്ലേ പി, ഇതാണ് പി അല്ലെ. ഇതല്ലേ q എസ് അല്ലെ. അപ്പൊ dy/dx പ്ലസ് py ഈക്വൽ q എന്ന ഫോമിലാണ്. അങ്ങനെ ഇവിടെ എന്ത് കാണും ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആണല്ലോ അല്ലെ. ലീനിയർ ടൈപ്പ് കൊണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആണ് അല്ലെ. എന്താ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ e⁻∫ p dx അല്ലെ. അപ്പൊ എന്ത് e⁻∫ p ആരാ -2/x അല്ലെ. -2/x dx അപ്പൊ e⁻⁻2 കോമൺ എടുത്താലേ ബാക്കി 1/x അല്ലേ. വാട്ട് ഈസ് 1/x log x അല്ലെ. ഈ -2 പവറിലേക്ക് കൊണ്ടുപോയാലേ e⁻log x -2 ആവില്ലേ അല്ലെ. ഈയും ലോഗും ഒരുമിച്ച് വന്ന് കട്ട് ചെയ്യാലോ. ബാക്കി x -2 അല്ലേ. അത് 1/x² അല്ലേ അല്ലെ. സോ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആരാ 1/x² അല്ലെ. ഇന്റഗ്രേറ്റീവ് ഫാക്ടറുടെ സൊല്യൂഷൻ എന്താ y ഇൻറ്റു ഇന്റഗ്രേറ്റീവ് ഫാക്ടർ 1/x² അല്ലേ. ദാറ്റ് ഈക്വൽ ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു q ആരാ 3/x² ഇൻറ്റു ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആരാ 1/x² dx അല്ലേ വരിക അല്ലെ. ഇപ്പൊ എന്ത് വരിക
ഇതെന്താ വരിക നോക്കണേ, y ഇൻറ്റു 1/x² y/x² ഈക്വൽ ടു 3 പുറത്ത് എടുത്താൽ ഇന്റഗ്രൽ ഓഫ് 1/x² ഇൻറ്റു 1/x² അല്ലേ, ഇന്റഗ്രൽ 1/x² 1/x² 1/x⁴ അല്ലേ, അത് x⁻⁴ അല്ലേ dx. അപ്പൊ എന്താ y/x², 3 ഇൻറ്റു what is integral of x raised to n, x raised to n plus 1 by n plus 1 അല്ലേ. അപ്പൊ integral of x raised to -4 എന്താ, x raised to -4 plus 1 by -4 plus 1 -3 അല്ല പ്ലസ് c. ഇത് രണ്ടും കട്ട് ചെയ്യാലോ. അപ്പൊ എന്താ y/x² മൈനസ് ഓഫ് what is x raised to -3 മൈനസ് ഓഫ് 1/x³ അല്ലേ പ്ലസ് c. ഇതാണ് വരിക. ഓക്കെ, ഇനി അവിടെ സി നമുക്കറിയില്ല, സി കാണാൻ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. എന്താ ഇൻഫർമേഷൻ? അവിടെ y(1) 2 ആണ് അല്ലെ. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്താണ് 2 ആണ് അല്ലെ. എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്താ 2. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോൾ y 2 ആവും അല്ലെ. അപ്പൊ y 2 ആണ്, 2/1² -1/1 പ്ലസ് c അല്ലേ. അപ്പൊ c എന്ത് വരിക 2 + 1 3 അല്ലേ വരിക, c3 അല്ലെ. c3 ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായി y/x² ഈക്വൽ ടു -1/x³ പ്ലസ് c അല്ലേ. c എന്താ 3. ഇനി ക്രോസ് ചെയ്യുമ്പോൾ എന്താ y എന്താ -1/x³ x² എന്താ -1/x അല്ലേ. x² 3 എന്താ 3x² അല്ലേ. ഇതാണ് y വരിക അല്ലെ. ഇനി ക്വസ്റ്റ്യൻ കാണാൻ ചോദിച്ചെന്താ 2 ഇൻറ്റു y(2) 2 ഇൻറ്റു y(2). അപ്പൊ ആദ്യം y(2) വേണ്ടേ അല്ലെ. y(2) കാണാൻ എക്സിന് 2 കൊടുത്താൽ പോരെ. എക്സിന് 2 കൊടുത്താൽ എന്താ വരിക -1/2 പ്ലസ് 3 ഇൻറ്റു x², 2² 4 അല്ലേ അല്ലെ. അപ്പൊ എന്താ 12 - 1/2 അല്ലേ. ഇതാരാ 23/2 അല്ലേ. y(2) ആരാ 23/2 അല്ലെ. അങ്ങനെ 2y(2) എന്താ 2 ഇൻറ്റു 23/2 അല്ലേ. എന്താ വരിക 23 അല്ലേ വരിക 23 അല്ലെ. ആൻസർ ഈസ് 23. ഓപ്ഷൻ 2 അല്ലേ വരിക, ഓപ്ഷൻ 2 23. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കാൻ നല്ല ക്വസ്റ്റൻ ആണ് ഇത്. ആക്ച്വലി ലിമിറ്റ് എന്ന ചാപ്റ്ററും അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്റർ മിക്സ് ചെയ്ത ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ടൈപ്പ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്.